ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാഗി വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം മാഗിയാണ് എടുത്തിരിക്കുന്നത്. 12 രൂപയുടെ കടയിൽ നിന്നും വാങ്ങുന്ന മാഗിയുടെ പാക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മാഗി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വരുമ്പോഴേക്കും നമുക്കൊന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാഗിയുടെ മസാല ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നൂഡിൽസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ ഏകദേശം ഒരു 4 പേർക്കുള്ളത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മുട്ടയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ടയുടെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേക്കും കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. പിന്നെ ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എഗ്ഗും നൂഡിൽസും വെച്ചുണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും കേട്ടോ. ഇത് ഈവനിങ് സ്നാക്കായിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.